മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തൊന്നു വാഗ്മനസുദേഹങ്ങൾ ചെയ്തതു എന്തിന്നു മേലിലതുമെല്ലാം എനിക്കു ഹൃദി സന്തോഷമായി വരിക. നാരായണായ നമഃ. നാരായണായ നമഃ. ഹരിനാമകീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 54-ാം പദ്യം. അവിദ്യാജന്യമായ കാമത്തിൻ്റെ ഫലമായി കർമ്മം രൂപം കൊള്ളുന്നതോടെയാണ് മനുഷ്യജന്മം ആരംഭിക്കുന്നത്. ദോഷമയമാണ് കർമ്മം. ഇങ്ങനെയുള്ള കർമ്മത്തിൽ നിന്നും വിമുക്തി നേടുന്നതാണ് മോക്ഷം. അതുകൊണ്ട് ദോഷമയമായ കർമ്മത്തിൽ അകപ്പെട്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെല്ലാം പൊറുത്ത് സന്തോഷിക്കണമെന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്നതാണ് അടുത്ത പദ്യം. 54-ാം പദ്യം. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ട് പുനരെന്തോന്നു വാങ്മനസദേഹങ്ങൾ ചെയ്തതും എന്തിനി മേലിലതുമെല്ലാം നിനക്ക് ഹൃദി സന്തോഷമായി വരിക. നാരായണായ നമഃ. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ട് പുനഃ. ഭൂമിയിൽ മനുഷ്യനായി വന്നു പിറന്ന അന്നു മുതൽ വീണ്ടും വീണ്ടും എന്തോന്നു മനസദേഹങ്ങൾ ചെയ്തതും, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും എന്തെന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം, എന്തിനിമേലിൽ അതുമെല്ലാം, അതുപോലെ ഇനിമേൽ എന്തെല്ലാം ചെയ്യാൻ ഇടവരുമോ അതുമെല്ലാം നിനക്ക് ഹൃദി, അല്ലയോ ഭഗവാനെ അങ്ങേക്ക് ഉള്ളിൽ സന്തോഷമായി വരിക. സന്തോഷത്തെ ജനിപ്പിക്കാൻ ഇടവരണേ. നാരായണായ നമഃ. നാരായണന് നമസ്കാരം. ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നു പിറന്ന അന്നു മുതൽ വീണ്ടും വീണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും എന്തെന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം, അതുപോലെ ഇനിമേൽ എന്തെല്ലാം ചെയ്യാൻ ഇടവരുമോ അതുമെല്ലാം, അല്ലയോ ഭഗവൻ അങ്ങേക്ക് ഉള്ളിൽ സന്തോഷത്തെ ജനിപ്പിക്കാൻ ഇടവരണേ. നാരായണന് നമസ്കാരം. കർമ്മവും ഭഗവത് പ്രസാദവും. ആത്മരൂപേണ വർത്തിക്കുന്ന ഭഗവാന്റെ പ്രസാദം നേടുകയാണ് കർമ്മത്തിൻ്റെ മുഖ്യ പ്രയോജനം. കർമ്മത്തിന് ആത്മപ്രസാദം, ഭൗതികം എന്ന് 2 ഫലങ്ങളുണ്ട്. ഭൗതിക ഫലം ഏതും നശ്വരവും അന്തിമഘട്ടത്തിൽ ദുഃഖപ്രദവുമാണ്. കർമ്മഗതി മുന്നോട്ട് നീങ്ങുന്തോറും ആത്മപ്രസാദരൂപമായ ഫലം വർദ്ധിച്ചു വരുമെങ്കിൽ ആ കർമ്മം ജീവിതത്തെ ലക്ഷ്യത്തിലെത്തിച്ച് ധന്യമാക്കും. കർത്തൃത്വബോധം കുറച്ച് ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മം കൊണ്ടേ ഇത് സാധ്യമാവൂ. കർമ്മമേതും ദോഷയുക്തമാണ്. എന്നാൽ ഈശ്വരാർപ്പണ ബുദ്ധി നിലനിർത്തിയാൽ കർമ്മദോഷമകന്ന് ആത്മപ്രസാദം നേടാൻ കഴിയും. ഈശ്വരാർപ്പണ ബുദ്ധി തുടർന്ന് നിലനിൽക്കണമെന്നും ആത്മപ്രസാദം വർദ്ധിച്ചു വരണമെന്നുമുള്ള ആഗ്രഹമാണ് പ്രസ്തുത പദ്യത്തിൽ ആചാര്യൻ പ്രകടമാക്കിയിരിക്കുന്നത്. ഭാഗവതത്തിൻ്റെ പ്രഖ്യാപനം നോക്കുക. 1-2-13. അധഃ പുംഭിർദ്വിജശ്രേഷ്ഠാഃ വർണ്ണാശ്രമവിഭാഗശഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. അതുകൊണ്ട് അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, മനുഷ്യർ ഗുണകർമ്മ വിഭാഗമനുസരിച്ച് ചെയ്യുന്ന ഏതു കർമ്മവും പൂർണ്ണമായും ഫലവത്താകുന്നത് അവയിലൂടെ ഭഗവത് പ്രസാദം നേടുമ്പോൾ മാത്രമാണ്. ആത്മപ്രസാദ ഹേതുകമായ കർമ്മം തന്നെയാണ് ധർമ്മം. സമ്പൂർണമായ ആത്മസമർപ്പണവും കർമ്മസാഫല്യവും വരാൻ എന്താണ് ഉപായം? അത് സ്പഷ്ടമാണല്ലോ. ജഗത്ത് മുഴുവൻ ഒരേ ഒരു ഈശ്വരൻ്റെ ശക്തിപ്രകടനമാണെന്നല്ലേ ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പലത് കണ്ട് ഭ്രമിക്കുന്ന മനസ്സിനെ എല്ലാം ഒന്നെന്നു കാട്ടി അദ്വൈതം അഭ്യസിപ്പിക്കണം. അദ്വൈതം മനസ്സിനെ അഭ്യസിപ്പിച്ചുകൊണ്ട് കർമ്മം തുടർന്നാൽ ആ കർമ്മം ഈശ്വരാർപ്പണ ബുദ്ധി വളർത്തി ആത്മപ്രസാദത്തിന് ഹേതുവായി ഭവിക്കും. ഇവിടെ ഭക്തിയും ജ്ഞാനവും കൈകോർത്തു പിടിച്ച് ജീവിത സാഫല്യം നേടിത്തരും. അങ്ങനെയുള്ള അദ്വൈതം എങ്ങനെ അഭ്യസിക്കണമെന്നാണ് ആചാര്യർ അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.
ഹരേ നാരായണ